പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നുകൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവരായ ദൈവം നമ്മെ ഏവരെയും നല്ലമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം, പഠിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ 55-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഭാരങ്ങളെ ദൈവസനിൽ വെച്ചാൽ നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമക്കളടക്കം ഇന്ന് അനേക വ്യക്തികൾ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്, ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം, നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നാം ഇറക്കി വയ്ക്കുവാനിടയാകണം. നാം നമ്മുടെ ഭാരം കൊണ്ട് നടക്കേണ്ടതില്ല. നമ്മുടെ വേദനകൾ ഏതുമാകട്ടെ, രോഗമാകാം, കടഭാരമാകാം, കുടുംബ പ്രശ്നമാകുന്ന ഭാരമാകാം, മറ്റുള്ള പലവിധമായ പ്രതിസന്ധികളാകാം, ഏത് ഭാരമാകട്ടെ, നിങ്ങളാൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത ഭാരമാകട്ടെ, വചനം പറയുന്നു, കർത്താവിൻ്റെ മേൽ ഒന്ന് വച്ചുകൊള്ളുക. കണ്ടോ, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ, അപ്പൊ നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് ദൈവം നാം എന്തെയും വിടിവിക്കും. കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് കർത്താവിൻ്റെ ഭാരം നാം എന്ത് ചെയ്യണം? ചുമലേറ്റണം. എന്താണ് കർത്താവിൻ്റെ ഭാരം? കർത്താവിൻ്റെ സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഭാരം. നമുക്കറിയാം, ഇന്ന് വേല സ്ഥലങ്ങൾ അനേകമുണ്ട്, എന്നാൽ വേലക്കാരെ ചുരുക്കമാണ്. വിശ്വസ്തയോടെ കടന്നു നിന്ന് കർത്താവിൻ്റെ വചനം ഒന്നും ഉയർത്താൻ ആരുമില്ല. ഇന്ന് വിശ്വസ്തന്മാരാരുമില്ല. എല്ലാവരും പണത്തിൻ്റെ പിന്നാലെയും പേരും പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് ഇന്ന് ലോകപ്രകാരം മുന്നോട്ട് ജീവിക്കുമ്പോൾ, അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ, സുവിശേഷം എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ഇന്ന് സുവിശേഷം പറയാൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ഇന്ന് ആരുമില്ല. സ്വർഗത്തിൽ നിന്ന് യേശു നോക്കുമ്പോൾ ഇന്നാരും വിശ്വസ്തന്മാരില്ല. ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ഭാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാരം കർത്താവിൽ വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ ഭാരം നാം ചുമക്കുന്നവരായി തീരണം. നമ്മുടെ ഭാരം എന്തു ആകട്ടെ, പ്രിയമുള്ളവരെ, നമുക്കത് പരിഹരിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷ നാം വിശ്വസ്തയോടെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഭാരങ്ങളെ ദൈവം എന്ത് ചെയ്യും? എടുത്തു മാറ്റും. ഇവിടെ ദൈവം നമ്മോട് പറയുന്ന ഒരു ദൈവിക വാഗ്ദത്തമാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിയോടാണ് നിൽക്കുന്നതെങ്കിൽ, വിശ്വസ്തയോടാണ് നാം പോകുന്നതെങ്കിൽ, ഒരിക്കലും ഒരു നാളും നാം കുലുങ്ങി നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അനുവദിക്കത്തില്ല. ഈ ഞായറാഴ്ചയിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, എടുത്താൽ പൊങ്ങാൻ കഴിയാത്ത പലവിധമായ ഭാരങ്ങളാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കി വെക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെ ഒന്ന് താഴ്ത്തി വെക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലാകാലങ്ങളായി, മാസങ്ങളായി, ആണ്ടുകളായി ഇതുവരെ വിട്ടുമാറാതെ ഭാരങ്ങളും കണ്ണുനീരും രോഗവും ദുഃഖവും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പല നിലകളിൽ വേദനിച്ച് ഭാരമായി നടക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ആശ്വാസത്തിന്റെ വചനം കൈമാറാം. നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വേദനകളെ ദൈവം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുമായി നടന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അനവധി ഭാരങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്, ഇന്നും വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭാരമില്ലാത്ത ആരും ഈ ലോകത്തില്ല. നമ്മളെല്ലാവരും പലവിധമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാ. എന്നാൽ വചനം പറയുന്നു, നമ്മുടെ ഭാരം കർത്താവിന് മേൽ എന്ത് ചെയ്യണം? വച്ചുകൊള്ളണം. അതുപോലെ തന്നെ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടോ, ഇവിടെ പറയുകയാണ് ദാവീദ്, നാൾതോറും നമ്മളെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടോ, അപ്പം ദൈവം നമ്മുടെ ഭാരങ്ങൾ എന്ത് ചെയ്യുന്നവനാണ്? ചുമക്കുന്ന ദൈവമാണ്. ഏത് വിഷയങ്ങളും ആകട്ടെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവം, നമ്മൾ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവം നമ്മുടെ ഭാരങ്ങളെ എന്ത് ചെയ്യുന്നവനാ? പൂർണ്ണമായി നീക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമ്മുടെ ഭാരങ്ങളെ ദൈവം എന്ത് ചെയ്യും? പൂർണ്ണമായി ദൈവം മാറ്റുവാനിടയായി തീരും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ.
ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. തമ്മിൽ തമ്മിൽ പിറുപിറുക്കുകയല്ല, തമ്മിൽ തമ്മിൽ പാരവയ്ക്കുകയല്ല, തമ്മിൽ തമ്മിൽ നുണ പറയുകയല്ല, തമ്മിൽ തമ്മിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല, തമ്മിൽ തമ്മിൽ കൊലയും നടത്തുകയല്ല. തമ്മിൽ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസി സംബന്ധിച്ച്, ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നാം തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ചുമക്കുവാനിടയാകണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട്, സമാധാനം നൽകി തരുന്ന ദൈവമുണ്ട്, സ്വസ്ഥത നൽകി തരുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ, ഈ ആഴ്ചയിൽ കേൾക്കുന്ന ഈ വചനം ഒന്ന് ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഒന്ന് ഇറക്കി വെക്കട്ടെ. വിഷയങ്ങൾ എത്ര വലുതും കാണാം, എടുത്താൽ പൊങ്ങാത്ത ഒത്തിരി ഭാരങ്ങളുമായിരിക്കാം നിങ്ങൾ നടക്കുന്നത്, നെഞ്ചിനകത്ത് ഒത്തിരി ഭാരമായിരിക്കാം നിങ്ങൾ പോകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭാരങ്ങൾ ഏതുമാകട്ടെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്കട്ടെ, ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കട്ടെ, ഒന്ന് ഫലമേൽപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതെ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ട വചനം നമുക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുക്കാം. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമന്ന ഒരു കർത്താവ് ഒരിക്കൽ നമുക്ക് വേണ്ടി കാൽവരിയുടെ അവൻ കൊലക്കളങ്ങളിൽ നമുക്ക് വേണ്ടി തന്റെ ഭാരം ചുമന്ന്, ക്രൂശാകുന്ന ഭാരം ചുമന്ന്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. എന്തിനു വേണ്ടി? നമ്മുടെ ഭാരങ്ങളെ, പാപമായിരിക്കുന്ന ഭാരത്തെ നീക്കുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ കർത്താവ് സകല ഭാരവും നീക്കിയവനാ. അതുകൊണ്ട് നമ്മുടെ ഭാരം കർത്താവിന് നല്ലവണ്ണം അറിയാം. എൻ്റെ കണ്ണുനീര് കാണുവാൻ, എൻ്റെ വേദന കാണുവാൻ, എൻ്റെ ഭാരങ്ങൾ കാണുവാൻ ആരുമില്ലേ എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാരങ്ങളെ എന്നേക്കുമായി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് മറുപടി നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നമ്മുടെ ഭാരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഭാരത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള പൂർണ്ണ ഉറപ്പോടെ ഭാരങ്ങൾ വിട്ടൊഴിഞ്ഞ് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ കേട്ട വചനം നമുക്ക് എല്ലാവർക്കും ഈ ആഴ്ചയിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ആമേൻ.